പ്രസവത്തിന് ശേഷമുള്ള വേദനയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. പ്രസവത്തിന് ശേഷം പല സ്ത്രീകൾക്കും നടുവേദനയാണ് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. പിന്നെ അവരെ ഗുഹ്യഭാഗം അങ്ങനത്തെ അവിടെ എന്തെങ്കിലും മുറിവുകളോ ഉണങ്ങാനോ മറ്റോ ഉള്ള വേദന. പക്ഷേ അത് താൽക്കാലികമാണ്, അത് അവർക്ക് മാറുന്നതാണ്. പക്ഷേ അപൂർവം ചില ആളുകളിൽ മാത്രം അത് ദീർഘകാലം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് മരുന്നുകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകളൊക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറാറുണ്ട്. പക്ഷേ കുറേ പേര് ബുദ്ധിമുട്ടുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതും ഒക്കെ പലപ്പോഴും കണ്ടുവരാറുള്ളത് നടുവേദനയാണ്, പ്രത്യേകിച്ചും സിസേറിയൻ ചെയ്യുമ്പോൾ. പലപ്പോഴും സിസേറിയൻ ചെയ്യുമ്പോൾ അനസ്തീഷ്യ വിഭാഗം ഡോക്ടർമാരോടുള്ള ഒരു ചോദ്യമാണ്, ഈ സൂചി വെച്ച് സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന വരുമോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള നടുവേദന മാറാതെ നിലനിൽക്കുമോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ സിസേറിയനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോഴുള്ള ഈ അനസ്തീഷ്യൻ്റെ സൂചി യഥാർത്ഥത്തിൽ നടുവേദനയ്ക്ക് ഒരു കാരണമല്ല. അപൂർവം ആയിട്ടുണ്ട് എങ്കിൽ പോലും അത് 3 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ നിലനിൽക്കുന്ന നടുവേദന എന്ന് പറയുന്നത് ഡിസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾ നിലവിൽ ഓൾറെഡി ഉള്ള ആളുകളിൽ അത് കൂടുക എന്നുള്ളതായിരിക്കാം ഒരിക്കൽ, അല്ലെങ്കിൽ പുതുതായിട്ട് വേദന വരുന്നവരുണ്ട്. അപ്പോൾ അതിന് കാരണം ഈ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയാണ്. യഥാർത്ഥത്തിൽ വയറിൻ്റെ മസിൽ, നമ്മുടെ അബ്ഡോമിനൽ മസിൽ എന്ന് പറയുന്ന വയറിൻ്റെ മുൻഭാഗത്തെ മസിൽ നമ്മളെ നടുവിൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഈ ഗർഭസമയത്ത് ഈ നടു വളഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു വേദനയ്ക്കുള്ള സാധ്യത ഉണ്ട്. കൂടാതെ ഈ സിസേറിയനും കൂടി ചെയ്യുന്ന സമയത്ത് ഈ മസിൽ കട്ട് ചെയ്തുകൊണ്ട് സിസേറിയൻ ചെയ്തതിന് ശേഷം ഈ മസിലിൻ്റെ ബലം കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നടുവിൻ്റെ വലിയൊരു സപ്പോർട്ട് നഷ്ടപ്പെടുകയാണ്. ഇതാണ് ഈ വേദന ഉണ്ടാക്കുന്നത്. അത് കേവലം പുറം വേദന മാത്രമായിട്ട് നിൽക്കും. നമുക്കറിയാം, ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന പലപ്പോഴും അത് കാലിലേക്കുള്ള പ്രയാസങ്ങളും കാലിലേക്ക് തരിപ്പോ വേദനയോ മറ്റ് ഷോക്ക് അടിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസേറിയൻ കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന നല്ല രീതിയിൽ നിൽക്കും. ഒരു 6 മാസം ചെയ്താലും മതി. 6 മാസത്തിന് മുന്നേ ചെയ്യാൻ നോക്കരുത്. ഹെർണിയ പോലത്തെ സാധ്യതകൾ ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ശേഷം ചെയ്യാന്നുള്ളത്. അല്ലാതെ നടുവേദനക്കും എക്സസൈസും മറ്റുമൊക്കെ ആയിട്ട് അത് ശരിയാവാറുണ്ട്. ശരിയാവാത്ത പക്ഷം ഇഞ്ചക്ഷനോ മറ്റു മരുന്നുകളൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പലപ്പോഴും മാറ്റിയെടുക്കാൻ പറ്റുന്ന വേദന തന്നെയാണ് നടുവേദന.